നമ്മൾ എല്ലാ സിനിമകളും നമ്മൾ സന്തോഷിപ്പിക്കാനോ നമ്മളെ ഒരു എന്റർടൈനിങ് ഇത് കൊടുക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, നമ്മൾ അൺകംഫർട്ടബിൾ ആക്കുന്ന സിനിമകൾ വരണം. ചില അതോറിറ്റീസിനെ ചോദ്യം ചെയ്യപ്പെടുന്ന സിനിമകൾ വരണം. കുടുംബത്തിന് ഒരുപാട് ഡാർക്ക് സീക്രട്സ് ഉണ്ട്. അങ്ങനെ ഒരു സോഷ്യൽ കൺസ്ട്രക്ട്, ഒരെണ്ണം ടാബു ആയി മാറിയതും ഒരെണ്ണം ടാബു അല്ലാതെ ആയിരിക്കുന്നതിനും അതിൽ കൃത്യമായിട്ട് ഒരു പേട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് വന്ന ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. അതിൽ റിലേഷൻഷിപ്സ് ആർ എഫെമറൽ, പെട്ടെന്നില്ലാണ്ടാവും. അതൊരു 3-4 ദിവസത്തെ ഒരു ഫിനോമിനൻ ആയിരുന്നു. അതെ. പക്ഷെ അതിന് ശേഷം വന്നിട്ടുള്ള ഡിസ്കഷൻസ് എല്ലാം വളരെ ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ അതൊരു അനിവാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ എനിക്ക് ലുക്കിംഗ് ബാക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമെങ്കിൽ കൂടെ ആ എക്സ്പീരിയൻസ് അല്ല ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകണം. നമ്മൾ വ്യൂവേഴ്സ്, ഒരു മാസ് ഓഡിയൻസിന് വേണ്ടിയിട്ട് സിനിമ ചെയ്യുമ്പം ഇത് മനസ്സിലാക്കേണ്ട സിനിമയല്ല, എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണെന്നൊക്കെ പറഞ്ഞാൽ, എക്സ്പീരിയൻഷ്യൽ സിനിമയാണെന്നൊക്കെ പറഞ്ഞാൽ ആള് പോവില്ല. അപ്പൊ ആ ഒരു അഡാപ്റ്റിംഗ് പ്രോസസ് അവിടെ വേണം. അതിൽ ഒരുപാട് ലേണിങ്സ് ഉണ്ട്, ഒരുപാട് അൺലേണിങ്സ് ഉണ്ട്. ഒരാളെ പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേരുണ്ട്. പക്ഷെ എൻ്റെ ചുറ്റും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഫിലിം മേക്കർ പോളണ്ടിലെ ക്രിസ്റ്റോഫ് കീസ്ലോവ്സ്കി ആണ്. അപ്പം ഡെക്കലോഗ് ഒക്കെ ചെയ്തിട്ടുള്ള. ഇപ്പോഴും എനിക്ക് വളരെ എന്താ പറയാ, നമുക്ക് ഗൂസ് ബംസ് ഒക്കെ തരാമെന്ന് പറയുന്ന ഒരു മൊമെന്റ് പോലെയായിരുന്നു ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. പുതിയ ജനറേഷനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ വരുന്ന ഒരു കാലമാണ്. അപ്പം എന്നെക്കാട്ടും താഴെയുള്ള ജനറേഷൻസിനെ കാണുമ്പം എനിക്ക് പല കാര്യങ്ങളും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തോന്നാറുണ്ട്. അവരുടെ ഒരു പൊളിറ്റിക്കൽ അവയർനെസ്സും, ഇപ്പം ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയത്തെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു വേൾഡ് വ്യൂവും കാര്യങ്ങൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ കാണാനുള്ള ഒരു ആ പോസിബിലിറ്റീസ് ഒക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. നാരായണീൻ്റെ 3 ആൺമക്കൾ ഇപ്പം അടുത്ത് OTT-യിലാണ് കാണാൻ കഴിഞ്ഞത്. മറ്റേ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. എനിക്കത് കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഏറ്റവും ഡെയറിങ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത് അതിൻ്റെ ഒരു സ്ലോ പേസാണ്. നമ്മളിപ്പം പല തിയറിയും ആൾക്കാർ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ മോഡേൺ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം സ്പാനേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഒരു മ്യൂസിക് വീഡിയോൻ്റെ അല്ലെങ്കിൽ റീലിൻ്റെ ഒക്കെ തരത്തിലാണ് പലപ്പോഴും ഹോളിവുഡ് പോലും സിനിമേനെ അപ്രോച്ച് ചെയ്യുന്നത്. എന്നാൽ കുറച്ചും കൂടി നമ്മൾ അതിനകത്ത് ഇമേഴ്സ് ചെയ്യാനും അതിനകത്തുള്ള റിഫ്ലക്ഷൻസിനൊക്കെ സ്ലോ പേസിലുള്ള മേക്കിംഗ് നമുക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പണ്ട് സിനിമകൾ കണ്ട് തുടങ്ങിയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പം തർക്കോസ്കി ആയാലും കൊറസോവ ആയാലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു ടൈം നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു തിയറിക്കാണ് കൂടുതൽ ഊന്നൽ വരുന്നത്. ഇതിൽ ശരൺ അതൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ലൈസൻസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് സ്വാതന്ത്ര്യമാണ്. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു സമീപനം ഇതിനകത്തുണ്ടോ? സ്ലോ പേസ് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ബോറടിപ്പിക്കാതെ ആ ഫിലിമിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. ആ ഒരു തീരുമാനം നേരത്തെ ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിക് ഇതിലേക്ക് കൊണ്ടുവരികയാണോ ചെയ്തത്? അതെ, ഡെലിബറേറ്റ് തന്നെ ആയിരുന്നു. സിനിമ എന്ന് പറയുമ്പം അത് ഒരു സ്പേസ് ആൻഡ് ടൈമിന്റെ ഒരു ഇന്റർപ്ലേ ആണല്ലോ. അപ്പം അതിൽ സ്പേസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ടൈമിനും. നമ്മൾ എങ്ങനെയാണ് ഈ ടൈമിനെ, സിനിമാറ്റിക് ടൈമിനെ ഒക്കെ ട്രീറ്റ് ചെയ്യണത് എന്നുള്ളത് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. അതൊരു ആക്റ്റീവായിട്ട് നമ്മൾ ഇന്ന പേസിൽ ഈ കഥ പറയണം എന്നുള്ളത് അത് ഈ എഴുത്തിന്റെ പ്രോസസ്സിൽ വരുന്ന ഒരു ഡിസിഷനാണ്. ഇതിപ്പോൾ ഞാൻ തന്നെ എഴുതിയതുകൊണ്ട് എഴുതുമ്പോൾ നമുക്കറിയാം ഇത് ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ പേസിൽ പറഞ്ഞു പോകേണ്ട കഥയാണെന്ന് നമുക്കറിയാം. പിന്നെ ഇപ്പം സ്ലോ പേസ് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ ഇതിന്റെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ടെക്നിക്കലി ഒന്ന് അനലൈസ് ചെയ്യുമ്പം അത്ര സ്ലോ ആയിട്ടുള്ള ഒരു കഥ പറച്ചിലല്ല ഇതിനുള്ളത്. ഇപ്പം നമ്മളൊരു ഇതിൽ പറഞ്ഞു പോകുന്ന ഒരു ഇവന്റ്സ്, ഈ 1 മണിക്കൂർ 50 മിനിറ്റിനകത്ത് പറഞ്ഞു പോകുന്ന ഒരു നെറേറ്റീവ് പ്രോഗ്രഷൻസും ക്യാരക്ടർ ആർക്സും പ്ലോട്ട് പോയിന്റ്സ് എല്ലാം നോക്കുവാണെങ്കിൽ അതിനകത്തൊരു ഫാസ്റ്റ് പേസ്ഡ് നേച്ചർ അതിനകത്തുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പം ബോറടിക്കുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും അത് നമ്മൾ മേക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ ഈ ഒരു സ്ലോ പേസ്, അത് നമ്മൾ ഷോർട്സ് എഡിറ്റ് ചെയ്യുന്ന പേസ് ആയിരിക്കാം, അല്ലെങ്കിൽ മ്യൂസിക് ഉപയോഗിക്കുന്ന രീതിയായിരിക്കാം, സൈലൻസസ് ബിൽഡ് ചെയ്യുന്ന രീതിയായിരിക്കാം. അതൊക്കെ ഇതിന് നമ്മള് വ്യൂയിങ്ങിന്, ആ വ്യൂയിങ് എക്സ്പീരിയൻസിന് എഫക്ട് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ എസ്പെഷ്യലി നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കണ്ടംപററി സിനിമ ഫിലിം മേക്കിംഗ്, എസ്പെഷ്യലി ഒരു കമേഴ്ഷ്യൽ മെയിൻ സ്ട്രീം ഫിലിം മേക്കിംഗിലേക്ക് വരുമ്പം അവിടെ ഈ പറഞ്ഞ പോലെ മ്യൂസിക് വീഡിയോ പോലെ തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ റീലുകൾ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം അതിനെ ബ്രേക്ക് ചെയ്യുന്ന സിനിമകളും ഉണ്ടാവട്ടെ, എല്ലാ രീതിയിലുള്ള കഥ പറച്ചിലുകളും നടക്കട്ടെ എന്നാണ് തോന്നുന്നത്. ഈ അത്തരത്തിലുള്ള ഒരു നമ്മൾ നിരന്തരം വിഷ്വലായിട്ട് ഇടപെടുകയാണല്ലോ. ഇപ്പം ശരൺ പഠിച്ചത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് ഇതാണ്. പക്ഷെ നമ്മളിപ്പോൾ എല്ലാ മനുഷ്യരും, കാരണം നമ്മളിന്നിപ്പം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അധികമാന മനുഷ്യരും ഈ പറഞ്ഞ മ്യൂസിക് വീഡിയോസ് ആയിട്ട്, റീൽസ് ആയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഷ്വൽ ഒരു സെൻസിബിലിറ്റിക്ക് വശമതരാണ്. അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിന്നിട്ടേ നമുക്കൊരു ജീവിതം നയിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം അതിനകത്തേക്ക് നമ്മൾ ഒരു ആർട്ടിസ്റ്റിക് ഫോം കൊണ്ടുവരുന്ന സമയത്ത് അതിനെപ്പറ്റി എന്തെങ്കിലും അങ്കലാപ്പുകൾ
ഒരു ഇതുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം, എന്തായാലും ശരണിന് അറിയാം എങ്ങനെയാണ് ആൾക്കാർ വിഷ്വൽ കാണുന്നത്, ഡീൽ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരു കുറച്ചും കൂടി ഇതായിട്ടുള്ള ഒരു നെറേറ്റീവ് ടെക്നിക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആലോചനകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും പല സിനിമകളും കാണാൻ തിയേറ്ററുകളിലൊക്കെ പോകുമ്പം ഇപ്പം തിയേറ്റർ വ്യൂയിങ് എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഒരു ഹോം വ്യൂയിങ് എക്സ്പീരിയൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. വീട്ടിൽ പലപ്പോഴും പോസ് ചെയ്യാറുണ്ട് ആളുകൾ, പോയിട്ട് ഫോണൊക്കെ വിളിച്ച് തിരിച്ചു വരാറുണ്ട്. തിയേറ്ററിൽ പക്ഷേ സപ്പോസഡ്ലി നമ്മൾ ആ ഒരു ഇരുട്ടിനകത്ത് നിന്ന് ആ ഒരു സ്ക്രീൻ മാത്രം കണ്ടുകൊണ്ട് നമ്മുടെ അറ്റൻഷൻ വേറെ എവിടെയും പോവാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു വെപ്പം. പക്ഷേ നമ്മൾ പലപ്പോഴും സിനിമയൊക്കെ കാണുമ്പോൾ ആളുകളെ ഇടയിൽ ഫോൺ നോക്കുന്നുണ്ട്, വാട്സാപ്പ് നോക്കുന്നുണ്ട്, റീൽസ് നോക്കുന്നവരെ ഞാൻ പല സിനിമകളിലും കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യൂയിങ് ഹാബിറ്റ് ഉള്ള സ്ഥലത്തേക്ക് ഇത് ഈ സ്വഭാവമുള്ള ഒരു സിനിമ ഇറക്കുന്നതിനെ കുറിച്ച് ഡെഫിനറ്റ്ലി ഞാൻ പലപ്പോഴും ആങ്ഷ്യസ് ആയിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരു തുടക്കത്തിലുള്ള ഒരു 10-15 മിനിറ്റിലാണ് എനിക്ക് ചെറിയൊരു ഈ ഒരു വറി ഉണ്ടായിരുന്നത്. അതായത് അതിലൊരു ഒരുപാട് പരിചയപ്പെടലുകളുണ്ട്. അപ്പം അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് കഥയുടെ സ്വഭാവമാണ്. അങ്ങനെയാണ്. ഒരു സ്പേസിനകത്ത് വരുന്ന ഒരുപാട് പേരാണ്. അവർക്ക് പലപ്പോഴും പലരും കുറെ കാലങ്ങളായിട്ട് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നവരുണ്ട്. അപ്പൊ ഈ പരിചയപ്പെടലുകൾ അവിടെ അനിവാര്യമായിരുന്നു ആ കഥയ്ക്ക്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ലോ പേസും ചില ഡയലോഗ്സ് നമുക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ചില പോസസ് സ്ട്രെച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, കുറച്ച് ഓക്വേർഡ് പോസസും സൈലൻസസും എല്ലാം ഉണ്ട്. അപ്പൊ അത് ആളുകൾ എങ്ങനെയാണ് എടുക്കാന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നേരെ മറിച്ച് പിന്നീട് നോക്കുവാണെങ്കിൽ അതില് ഇപ്പൊ പറഞ്ഞ നമ്മള് ചില ഈ പുതിയ ജനറേഷനിലുള്ള ആളുകളുടെ പെർസ്പെക്റ്റീവ്സ് ഒക്കെ അതിൽ ഒരുപാട് വരുന്നുണ്ട്. അങ്ങനത്തെ ആ ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് പാറ്റേൺസ് അതിലുണ്ട്, മ്യൂസിക് അതിലുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു വറി ഉണ്ടായിരുന്ന ഈ തുടക്കത്തിലെ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരുന്നു. ഈ കൊയിലാണ്ടി അതുപോലെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞ ലൊക്കേഷൻ അല്ല, കഥ നടക്കുന്നത് കൊയിലാണ്ടി എന്നുള്ള പ്രദേശത്താണ്. കൊയിലാണ്ടി നേരത്തെ തന്നെ ഇപ്പം മാർക്കോ പോളോയുടെ അല്ലെങ്കിൽ ലിബിൻ ബത്തൂത്തയുടെ ഒക്കെ കാലഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഫാൻഡ്രൈന എന്നൊക്കെ പറഞ്ഞിട്ട് പന്തലായനി നേരത്തെ തന്നെ ഒരു ഓൾഡ് പോർട്ട് സിറ്റിയാണ്. ആ ദിവസത്തിൽ അതിനിപ്പം ഫോർട്ട് കൊച്ചിക്കോ അല്ലെങ്കിൽ തലശ്ശേരിക്കോ ഉള്ള അവിടെ നമുക്ക് പോയാൽ തന്നെ അനുഭവപ്പെടും അതൊരു പോർട്ട് സിറ്റി ആയിരുന്നു എന്നുള്ളത്. അതിന്റെ ഒരു എല്ലാ തരത്തിലുള്ള കൾച്ചറൽ ഒരു വെറൈറ്റിയും നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ കൊയിലാണ്ടി ഒരു പതിഞ്ഞു കിടക്കുന്ന ഒരു പോർട്ട് സിറ്റിയാണ്. ഒരു 1800 ശേഷം ഇങ്ങോട്ട് വലിയ ബിസിനസ് ഒന്നും നടന്നിട്ടില്ലാത്ത, എന്നാൽ ഇപ്പം നമുക്കറിയാം കൊയിലാണ്ടി ഒരു പോർട്ട് സിറ്റി ആണെന്നുള്ളത് കാണാനുള്ള ഒരുപാട് സംഗതികളുണ്ട്. അപ്പൊ ഈ സ്ഥലത്തോടുള്ള ആഭിമുഖ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് വികസിച്ചുള്ള ഒരു കോസ്മോപൊളിറ്റൻ ഹാബിറ്റിലൊക്കെ ജീവിക്കേണ്ട ഒരു ജനസമൂഹമുള്ള ഒരു സ്ഥലമാണത്. പക്ഷെ അങ്ങനെയല്ല. അത് സ്ഥലം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഈ സിനിമയിലേക്ക് തന്നെ വരുമ്പം ചർച്ച ചെയ്യേണ്ട ഒരു വിജിലാൻറ്റി സ്വഭാവമൊക്കെ ഉള്ള ഒരു ജനക്കൂട്ടം ഉള്ള ഒരു സ്ഥലവും കൂടിയാണ്. കൊയിലാണ്ടി എങ്ങനെയാണ് കാണുന്നത്? കൊയിലാണ്ടി ഞാൻ ചെറുപ്പത്തില് കുറച്ച് കൊല്ലം അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ നാടാണ് കൊയിലാണ്ടി. എനിക്ക് തോന്നുന്നു ഞാനൊരു 3 വയസ്സുള്ളപ്പോഴാണ് കോഴിക്കോടേക്ക് വരുന്നത്. അപ്പോൾ അതിന് മുന്നുള്ള ചെറുപ്പകാലം ആ 3 കൊല്ലം അവിടെയായിരുന്നു. പിന്നീട് പലപ്പോഴും വെക്കേഷൻസിലും അല്ലെങ്കിൽ ചിലപ്പോൾ വീക്കെൻഡ്സിലൊക്കെ അങ്ങോട്ട് പോവാറൊക്കെ ഉണ്ട് എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ കൊയിലാണ്ടി ഒരു മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. വളരെ ഒരു ചെറിയ ഏരിയ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ വേറൊരു രീതിയിലുള്ള ഒരു കൾച്ചർ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ പോർട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ കടപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ വേറൊരു കൾച്ചറാണ്. ഇപ്പം അല്ലെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്ത പന്തലായനി എന്ന് പറഞ്ഞ പന്തലായനി ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതിയത്. അവിടെ വേറൊരു രീതിയിലുള്ള ഒരു കൾച്ചറാണ്. ഇപ്പൊ നമ്മൾ നേരെ അപ്പുറത്തേക്ക് മുത്താമ്പി പോകുമ്പോൾ അത് വേറൊരു രീതിയിലാണ്. ശിവക്ഷേത്രത്തിന്റെ ഒക്കെ അതാണ്. അപ്പൊ ഈവൻ ഈ പറയുന്ന ഡയലക്റ്റിന് വരെ അവിടെ വ്യത്യാസം വരുന്നുണ്ട്. ഒരു ചെറിയൊരു ഏരിയ ആണെങ്കിൽ കൂടെ അതിനകത്ത് തന്നെ വരുന്ന ഒരു സ്ലാങ്ങിലൊക്കെ വരുന്ന ഡിഫറൻസസ് ഒക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടെങ്കിലും അവിടെ എവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പേസസ് ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരു ചരിത്രമൊന്നും പറഞ്ഞു പോകാനുള്ള ഒരു സ്പേസ് നമുക്ക് ഈ കഥയിൽ ഇല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. പക്ഷെ എന്നാൽ കൂടെ ആ ഒരു സ്പേസ് രേഖപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇനിയും സിനിമകളിൽ വരട്ടെ. ഈ സ്പേസിനെ കുറിച്ചുള്ള വേറെ ഇന്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ വേറെ കഥകൾ ഇവിടെ ഇനിയും പറയാനുള്ള ഒരുപാട് കഥകളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ സിനിമയെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇത്രയും കുറച്ചൊരു സമയം കഴിഞ്ഞിട്ട് OTT-യിലാണ് കാണാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ തിരസ്കരിച്ച ഒരു സിനിമയാണിത്. പക്ഷെ അതേ ദിവസത്തിൽ OTT-യിൽ വന്ന സമയത്ത് നല്ല ചർച്ചകൾ വരികയും ആൾക്കാർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ വറീഡ് ആവേണ്ടത് ഇപ്പം ഒരു പ്രത്യേക പ്രമേയം, അതായത് ഇൻസെസ്റ്റ് വരുന്ന സമയത്ത് അതിനോട് മുഖം തിരിക്കുന്ന ഒരു മലയാളി സദാചാര ബോധമുണ്ട്. അത് തിയേറ്ററിനെ ബാധിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ചും ഇത്തരമുള്ള ഒരു സാഹോദര്യത്തിന്റെ അകത്ത് മാത്രമേ ജീവിക്കുന്ന ഒരു സമൂഹം എന്നൊക്കെയുള്ള ഒരു മുഖംമൂടിയുള്ള ഒരു സമൂഹം കൂടിയാണ് നമ്മൾ.
ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പം ഈ ഒരു വിഷയം ചർച്ചയാകപ്പെടുന്നത് OTT വന്നതിന് ശേഷം. അപ്പൊ അതൊരു വിഷയമായിരുന്നെങ്കിൽ അന്നേ അത് ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നല്ലോ. ഇന്നൊരു കാര്യം ഈ സിനിമയിലുണ്ട്, അതുകൊണ്ട് ആരും സിനിമ കാണരുതെന്നോ, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ഉണ്ട് അതുകൊണ്ട് സിനിമ കാണണമെന്നോ ഉള്ള രീതിയിൽ അന്നേ ചർച്ചകൾ വരേണ്ടതായിരുന്നു. അപ്പോ അത് കാരണം അത് തിയേറ്റർ ഗോയിങ്ങിനെ എഫക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പിന്നീട് OTT വന്നപ്പോഴാണ് അത് അത്ര ഒരു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും കുറച്ച് അനാവശ്യമായ ചർച്ചകളിലേക്കൊക്കെ അത് വഴി തെളിച്ചിട്ടുണ്ടെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ഇതിലിപ്പം ഇത്തരത്തിലുള്ള പല സാധനങ്ങൾ ഇപ്പം ഈ മുറപ്പെണ്ണ് എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് ചർച്ച ചെയ്യുമ്പോൾ അതെന്ന് വെച്ചാൽ അത് സമൂഹം കൊടുത്തിരിക്കുന്ന ഒരു എന്താ പറയാ, അതിനകത്തും ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് അംഗീകരിച്ചിട്ടുള്ള ഒരു ടാബു ആണ് അത്. അതേസരത്തിൽ ഇപ്പം ശരൺ കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയത്തിനകത്ത് അങ്ങനെയല്ല. അത് കാണുമ്പോൾ തന്നെ മുഖന്തിരിക്കുന്ന ഒരു മാനസിക ഭാവമുള്ള മലയാളി സമൂഹമാണ് ഇത്തരം ഒരു സബ്ജക്റ്റ്. എന്തായാലും ശരൺ അതിന്റെ ഒരു സാമൂഹിക ശാസ്ത്രം പഠിച്ചിട്ടുണ്ടാവുമല്ലോ, കാരണം മലയാളിയുടെ ഒരു മനോവികാരം എന്താണെന്നുള്ളത്. അപ്പൊ അതിനകത്തേക്ക് ഇതിടുമ്പം അതും ഒരു വളരെ ഡയറിങ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാ അത്തരത്തിലുള്ള ഒരു തീം മലയാളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതെങ്ങനെയാണ് അതിനകത്ത് എന്തെങ്കിലും ആ പറഞ്ഞ ഒരു മാനസിക ആസൂത്രണം എങ്ങനെയായിരുന്നു നടന്നത്? ഇപ്പം നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരിക്കലും അങ്ങനെ ഒരു ഇൻസെസ്റ്റിനെ കുറിച്ച് അങ്ങനെ പരാമർശിക്കണമെന്നോ അങ്ങനെ അല്ലെങ്കിൽ ഒരു വേറൊരു രീതിയിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയണമെന്നുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലല്ലായിരുന്നു ഇതിന്റെ ഒരു എഴുത്ത് തുടങ്ങിയത്. മറ്റൊരു രീതിയിലുള്ള ഒരു എഴുത്തായിരുന്നു. ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ എഴുത്താണ്. അപ്പൊ അതിലെ ക്യാരക്ടേഴ്സിന് അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ബാക്ക് സ്റ്റോറീസും കഥകളും ഒക്കെ ഉണ്ട്. അത് ഈ സിനിമയിൽ വരുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഈ പെർട്ടിക്കുലർ ഇഷ്യൂലേക്ക് വരുന്ന സമയത്ത് ഇപ്പം നാരായണിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഐറണീസ് കാണാൻ പറ്റും. ഒരുപാട് ഐറണീസ് ഉണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഹിപ്പോക്രിറ്റ്സ് ആണ്. ക്യാരക്ടേഴ്സിന്റെ ഹിപ്പോക്രസി വളരെ കറക്റ്റ് ആയിട്ട് അതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ തന്നെയാണ്. അതെ, ആ ഒരു സമൂഹത്തിന്റെ ഇപ്പം പലപ്പോഴും സിനിമ അല്ലെങ്കിൽ ഏതൊരു കലാരൂപവും അത് സമൂഹത്തിന്റെ കണ്ണാടിയാണെന്നൊക്കെ ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പം ഈ സിനിമ ഒരു സോഷ്യൽ കമന്ററി എന്നൊക്കെ എനിക്ക് വിളിക്കാവുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഡെഫിനറ്റ് ആയിട്ടും ഇപ്പം പലരും പറയുന്നത് അതൊരു മുറപ്പെണ്ണ് മുറച്ചെറുക്കനായിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇപ്പം ഈവൻ കഴിഞ്ഞ ദിവസം ഞാനൊരു സയന്റിഫിക് ആയിട്ടുള്ള വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ചർച്ച ഇതിനെ ചുറ്റിപ്പറ്റി നടന്നിരുന്നു. അത് രണ്ടും സെയിം ആണെന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ ഒരിക്കലും ആ ഒരു തലത്തിലേക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ അതുമല്ല ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു സോഷ്യൽ പ്രോബ്ലം ഉണ്ടല്ലോ. കാരണം ഇത്തരത്തിലുള്ള ഒരു തീം നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് നമ്മളെന്തായാലും ഇതൊരു കമേഴ്സ്യൽ വെഞ്ചർ ആണല്ലോ. സിനിമ എന്ന് പറയുന്നത് നമ്മൾ തിയേറ്ററിലോടി പൈസ ഉണ്ടാക്കണം എന്നാണ് ആദ്യം ആഗ്രഹിക്കുക. OTT പിന്നെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു തീം മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ക്രൈസിസ് ഇല്ലേ, അല്ലെങ്കിൽ അതിന്റെ ഒരു സിനിമയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അതിന്റെ പ്രൊഡക്ഷന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു അങ്കലാപ്പ് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഇപ്പം എസ്പെഷ്യലി ഇപ്പം ആസ് എ റൈറ്റർ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്താണോ എഴുതി വന്നത് അതില് അങ്ങനെ തന്നെ കഥ പറയണം എന്നുള്ളൊരു, എസ്പെഷ്യലി നമ്മളിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ട് ആയ സമയത്ത് ഞാൻ എഴുതുന്ന സ്ക്രിപ്റ്റാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ടുവേഴ്സ് ദി എൻഡ് ലേറ്റർ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ എത്തുമ്പോൾ മറ്റു പല കാര്യങ്ങളും കമേഴ്ഷ്യൽസും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് സംസാരിച്ചിട്ടുണ്ട്, പ്രൊഡക്ഷനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർക്കും അറിയുണ്ടായിരുന്നു, അതായത് ആൾക്കാരെങ്ങനെ കാണും, ഇതിനെങ്ങനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷെ ആസ് എ ഫിലിം മേക്കർ ഞാൻ പല സ്ഥലത്തും പറഞ്ഞൊരു കാര്യമാണ്, ഇതിനെ ഒരു ജഡ്ജ് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ കാണിച്ചിരിക്കുന്നത്. അതിനെ എന്താണോ ഒരു കമന്ററി പോലെ തന്നെയാണ് അതിനെ, അങ്ങനെ ഒരു കാര്യം നടന്നു, അത് കണ്ട് നിങ്ങൾക്ക് ഇപ്പം എസ്പെഷ്യലി ഈ പറയുന്ന എല്ലാവർക്കും പ്രശ്നമുള്ള ഒരു പെർട്ടിക്കുലർ സീൻ ഉണ്ടല്ലോ, അതൊരു ഫിസിക്കൽ ഇന്റിമസി വരുന്ന ഒരു സ്ഥലത്താണ് പല ആളുകൾക്കും പ്രശ്നമായിട്ട് വരുന്നത്. നമ്മൾ ഒരിക്കലും അതിനെ ഒരു ബ്യൂട്ടിഫൈ ചെയ്തിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതിന്റെ ഒരു ക്യാമറ ആംഗിൾസ് ഒക്കെ നോക്കുവാണെങ്കിൽ തന്നെ കുറച്ച് ഡിസോറിയന്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അതിനെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ആളുകളെ അസ്വസ്ഥപ്പെടുത്തുമെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ആങ്സൈറ്റി ലെവൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഞാൻ റിവ്യൂസ് ഒക്കെ വായിച്ചിരുന്നു ഈ ആ ഒരു സീനില്. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തത്. ആ ഒരു അസ്വസ്ഥത ഉണ്ടാവണം. ഇപ്പം നമ്മൾ എല്ലാ സിനിമകളും നമ്മൾ സന്തോഷിപ്പിക്കാനോ നമ്മളെ ഒരു എന്റർടൈനിങ് ഇത് കൊടുക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, നമ്മൾ അൺകംഫർട്ടബിൾ ആക്കുന്ന സിനിമകൾ വരണം. ചില അതോറിറ്റീസിനെ ചോദ്യം ചെയ്യപ്പെടുന്ന സിനിമകൾ വരണം. അപ്പൊ എല്ലാ കാര്യങ്ങളും നല്ലതാണോ ശരിയാണോ നമ്മൾ സിനിമയിൽ കാണിക്കുന്നത് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഡിസ്കഷൻസ് ഉണ്ടാവണം, ചില കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇപ്പൊ ഈ ഒരു കാര്യം കാണിച്ചത് അതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ചർച്ച കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അത്
ആ ഒരു ബയോളജിക്കലി ഇത് രണ്ടും സെയിം ആണെന്നുള്ള ഒരു കാര്യമൊക്കെ അതിൽ പറഞ്ഞു. കാരണം അങ്ങനെ ഒരു സോഷ്യൽ കൺസ്ട്രക്ട്, ഒരെണ്ണം ടാബു ആയി മാറിയതും ഒരെണ്ണം ടാബു അല്ലാതെ ആയിരിക്കുന്നതിനും അതിൽ കൃത്യമായിട്ട് ഒരു പേട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് വന്ന ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. അതിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതില് ശരൺ അനുഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള എന്നേ പറയാൻ പറ്റും. അതിന്റെ ഉത്തരത്തിലാണ് വേണ്ടത്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു സന്ദർഭം എന്താ വെച്ചാൽ, ഇപ്പം ഈ അക്കാഡമിക് ഇതിനകത്ത് നിന്ന് വന്നു, എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചു, സിനിമ പഠിച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് ഒരു എൻട്രി ആവുകയാണ്. പക്ഷെ നമ്മള് ഈ തിയേറ്ററിലൊരു തിരസ്കാരം ഉണ്ടാവുകയാണ്. അത് ശരിക്കും ഒരു നമ്മുടെ ഒരു ഇത്തരത്തിലുള്ളൊരു വെഞ്ചറിനെ മാത്രമല്ല, നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഇതിനെയും ഒരു തരത്തിൽ ക്രൈസിസിലാക്കുന്ന എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? കാരണം തിയേറ്ററിൽ രണ്ടാം ദിവസം തന്നെ അത് ചർച്ച ചെയ്യപ്പെടുകയും കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ അത് ആ രീതിയിൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. കാരണം വെച്ചാൽ 2 ദിവസം കൊണ്ട് തന്നെ പടം ഡൗൺ ആവുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് അത് ശരണിനെ മാനസികമായിട്ട് എങ്ങനെയാണ് അത് അഭിമുഖീകരിച്ച് എങ്ങനെയാണ്? അതിന് ഒരുപാട് തലങ്ങളുണ്ട്. ഇപ്പം 1 മാസത്തിൽ കൂടുതലായി ഇതിന്റെ തിയേറ്ററിൽ ഇറങ്ങിയിട്ട്. അതില് OTT വന്നിട്ട് ഓൾമോസ്റ്റ് 2 ആഴ്ചയായി. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പം എന്നെ അങ്ങനെ ഒരു വലിയ രീതിയിലൊന്നും അത് എഫക്ട് ചെയ്തിട്ടില്ല. ഇപ്പം ആസ് എ ഫിൽം മേക്കർ നമുക്കെപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യം ആളുകൾ തിയേറ്ററിൽ പോകുമ്പോൾ തന്നെയാണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ സിനിമ ഒരു തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു കലാരൂപമാണ്. ഇപ്പം ഈ സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്നതും തിയേറ്ററിന് വേണ്ടിയിട്ടാണ്. ഇപ്പം അതിന് നമ്മൾ വിഷ്വൽ ഡിസൈൻ ആണെങ്കിലും അതിന് ചൂസ് ചെയ്തിട്ടുള്ള ആസ്പെക്ട് റേഷ്യോ ആണെങ്കിലും ബാക്കിയുള്ള ഒരു വിഷ്വൽ ആർട്ട് ഡയറക്ഷൻ വൈസ് ആണെങ്കിലും എല്ലാ കളറിംഗ് ആണെങ്കിലും ഗ്രേഡിംഗ് ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൗണ്ട് ഡിസൈൻ ആണെങ്കിലും അത് തിയേറ്ററിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയായിട്ട് തന്നെയാണ് അതിനെ എൻവിഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ OTT കാണുമ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി എഫക്റ്റഡ് ആവും. അപ്പൊ നമ്മൾ ആസ് എ ഫിൽം മേക്കർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ OTT അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ കാണുമ്പം, വീട്ടിനകത്തൊരു സ്ക്രീനിൽ കാണുമ്പം ഫുള്ളി കമ്മ്യൂണിക്കേറ്റഡ് ആവണമെന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളൊരു പ്രാഗ്മാറ്റിക് ആയിട്ട് ചിന്തിക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഫിലിം ഗോയിങ് ഹാബിറ്റ്സ് ഉണ്ടല്ലോ ജനങ്ങളുടെ, അപ്പോൾ അതിന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോ തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്ന് പറയുന്നത് ഒരു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആളുകൾ സെലക്റ്റീവ് ആവുക തന്നെ ചെയ്യും. പിന്നെ ഒരു പൊതുബോധം ഉണ്ട്, അതായത് ചില സിനിമകൾ തിയേറ്ററിൽ പോയി കാണേണ്ടതാണെന്നും ചിലത് OTT ഫിലിംസ് ആണെന്നൊക്കെയുള്ള ഒരു ഡിവിഷൻ വന്നിട്ടുണ്ട് ആളുകൾ നോക്കി കാണുന്നതിൽ. അത് ആരുടെയും കുറ്റോ അല്ലെങ്കിൽ അതൊരു തെറ്റായതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഫിൽം മേക്കേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ തിയേറ്ററിൽ പോകണമെങ്കിൽ ആൾക്കാർക്ക് അത് പുൾ ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു. അത് ചിലപ്പം ഈ സിനിമയുടെ കാര്യത്തിൽ അങ്ങനെയുള്ളൊരു ആ ഒരു ഇമേജ് ആയിരിക്കില്ല ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പൊ OTT വന്നപ്പോൾ അതുകൊണ്ടാണ് ഈ OTTയുടെ റിലവൻസിനെ കുറിച്ചൊക്കെ നമ്മളെപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. തിയേറ്ററിൽ അത്ര അധികം വിജയം കൈവരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടെ OTT വന്നപ്പം ആളുകൾ കാണുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഈ നാരായണീന്റെ 3 ആൺമക്കളിൽ അതിനകത്ത് കാസ്റ്റിംഗ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ ഒരു ബിലീവബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓതന്റിസിറ്റി കൂട്ടുന്ന തരത്തിലുള്ള വളരെ മികച്ച ഒരു കാസ്റ്റ് ലൈനപ്പ് അതിനകത്തുണ്ട്. അതിനകത്ത് ഇപ്പം പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഇപ്പം ഷെല്ലി, സരസ, നമ്മുടെ സജിത മഠത്തിൽ, പ്രത്യേകിച്ചും ഗാർഗി, ഇവർ ചെയ്തിരിക്കുന്ന റോള്. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാവുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നടന്മാരാണ് സുരാജും ജോജിയും അലൻസിയറും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ഇൻഫാന്റ് ക്യാരക്ടർ ഉണ്ട്. അതിന് പോലും ചെറിയൊരു ഇത് വരുന്നുണ്ട്. എല്ലാം ഒരു വളരെ സിങ്ക്രണൈസ് ചെയ്ത കാസ്റ്റിംഗ് ആണ്. അതിന്റെ മുകളിൽ കുറേയധികം റിസർച്ച് നടത്തിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ ഗാർഗിയുടെ പിന്നെ റോള് എടുത്തു പറയേണ്ട ഒരു റോളാണ്. കാരണം വെച്ചാൽ ഇതിനകത്തൊരു പ്രത്യേകിച്ചും അത്രയൊന്നും എക്സ്പീരിയൻസ്ഡ് ആയിട്ടില്ലാത്ത ഒരു നടി കൂടുതൽ സാധ്യതകളിലേക്ക് മാത്രം നോക്കാൻ സാധ്യതയുള്ള ഒരു അവസരത്തിൽ ഇത്തരം ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്തായാലും ഉണ്ടാക്കാവുന്ന ഒരു റോൾ ഏറ്റെടുക്കുകയും അത് ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിന്റെ മുകളിൽ നടന്ന വർക്ക് എന്താണ്? ഗാർഗിയുടെ, അതായത് ആദ്രയുടെ ക്യാരക്ടർ ഡെഫിനറ്റ്ലി ഇപ്പം എനിക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ക്ലോസ് ആയിരുന്ന 2 ക്യാരക്ടേഴ്സ് ഈ സേതു എന്ന് പറഞ്ഞ ക്യാരക്ടറും ഈ ആതിര എന്ന് പറഞ്ഞ ക്യാരക്ടറും ആയിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ചിട്ടുള്ളതും അവരെ പറ്റിയാണ്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് വ്യക്തമായിട്ടുള്ള ബാക്ക് സ്റ്റോറീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഭാസ്കർ ഒക്കെ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ആണ് തോന്നിയിട്ട്. ഭാസ്കർ, നിഖിലൊക്കെ വളരെ അവരുടെ ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്, പേജസ് കണക്കിനുണ്ട്. പക്ഷെ സേതുവും ആതിരയും എഴുതുമ്പോ എനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഒരുപാട് ആലോചിച്ചിരുന്നു അവരെ പറ്റി, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പം എനിക്ക് കാസ്റ്റിംഗിലും അത് ഏറ്റവും എല്ലാം പെർഫെക്റ്റ് ആവണം, പക്ഷെ ഒരു ചെറിയൊരു എക്സ്ട്രാ കെയർ അവിടേക്ക് പോയിട്ടുണ്ട്.
സേതു ഓബ്വിയസ്ലി ആദ്യമേ മനസ്സിലുണ്ടായിരുന്നു, ജോയിച്ചേട്ടനെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ആദ്യം അപ്രോച്ച് ചെയ്ത ആക്ടറും പുള്ളി തന്നെയായിരുന്നു. ആതിരയുടെ കാര്യത്തിൽ കുറച്ച് നമ്മളിങ്ങനെ തപ്പി നടന്നിട്ടുണ്ട്, ഓഡിഷൻസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഗാർഗി ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ ഡിപ്ലോമ ഫിലിം SRFTയിലെ ഡിപ്ലോമ ഫിലിമിൽ ഗാർഗി അഭിനയിച്ചിരുന്നു, ഒരു പാതിര സ്വപ്നം പോലെ. അപ്പൊ ഗാർഗിയുടെ പൊട്ടൻഷ്യൽ ഒക്കെ അന്നേ അറിയായിരുന്നു. അതായത് ഈ ക്യാരക്ടർ ആണെങ്കിലും ഞാൻ ആലോചിച്ച സമയത്ത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോ വൺസ് ഗാർഗി ഓഡിഷൻ ചെയ്തതിന് ശേഷം എനിക്ക് വേറെ ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല. ഓഡിഷന് ശേഷം നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഈ ക്യാരക്ടറിനെ പറ്റി, എന്താണ് ഈ ക്യാരക്ടറിന്. അപ്പൊ നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ക്ലാരിറ്റി ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതില് എനിക്കും ഒരു ഫൈൻഡിങ് ദി ആൻസേഴ്സ് എന്നൊക്കെ പറയുന്ന മാതിരി ഒരു ജേർണി അവിടെ ഉണ്ടായിട്ടുണ്ട്. ഷൂട്ടിംഗ് സ്റ്റേജിൽ പോലും എനിക്ക് സിനിമയിൽ ഫുൾ എടുത്ത് നോക്കുമ്പോൾ വളരെ പ്രിയപ്പെട്ട ഒരു ഷോട്ടാണ് ആ ഗാർഗി അത് അവസാനം ആ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു ഷോട്ടുണ്ട് നമ്മൾ ട്രാക്ക് ഇൻ ചെയ്യുന്ന റൂമിലേക്ക്. അത് ഒരുപാട് ആൻസേഴ്സ് എനിക്ക് തന്നിട്ടുണ്ട്, എനിക്കുണ്ടായിരുന്ന ചോദ്യങ്ങൾക്കുണ്ടായിരുന്ന ഒരുപാട് ആൻസേഴ്സ് തന്ന ഒരു ഷോട്ടാണത്. ഇതിനകത്ത് ഒരു ഈ സിനിമയ്ക്കകത്ത് മുഴുവൻ കിടക്കുകയാണല്ലോ നാരായണി. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിനെ കണ്ടെത്തുന്നത് എങ്ങനെയാ? നമ്മളിപ്പോ നേരത്തെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അത് എന്തായാലും അതിനകത്ത് വലിയ ഭാവവ്യത്യാസങ്ങൾ മാറി മറയുന്ന ഒരു മുഖമാണ് ആ നടിയുടെ. അതിലാദ്യം ആ ഫേസ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു. നമുക്ക് എനിക്ക് നോക്കുമ്പം എന്തൊക്കെയൊക്കെയോ ഒരുപാട് ക്ലാരിറ്റി ഇല്ലാത്ത കുറച്ച് ഇമോഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പൊ ആ ഒരു സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഫേസ്, ആ ഇമോഷൻസ് ഒക്കെ കിട്ടുന്ന ഒരു ഫേസ് ആയിരുന്നു എൻ്റെ മനസ്സിൽ. ഇപ്പോഴും അത് ഒരു വ്യക്തമായിട്ടൊരു വേർഡ്സിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നിരുന്നാലും കൂടെ ഒരു ഐഡിയ ഉണ്ട് അതിനെപ്പറ്റി. അപ്പൊ ഈ കാസ്റ്റിംഗിൽ നമ്മൾ ഒരുപാട് ഈ തിയേറ്റർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം ഒരു മുൻനിരയിലുള്ള തിയേറ്റർ ഗ്രൂപ്പ്സ് ഒന്നും അല്ല, പക്ഷെ വളരെ ചെറിയ രീതിയിൽ അവരുടേതായിട്ടുള്ള ഒരു രസമായിട്ടുള്ള ഒരുപാട് പ്ലേസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പ്സിനെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. കൊയിലാണ്ടി, അതിന്റെ ചുറ്റുവട്ടത്തുള്ള ഇപ്പൊ തിരുവണ്ണൂർ എന്നൊക്കെ പറഞ്ഞ പൂക്കാട്, ആ സൈഡിലൊക്കെ ഉള്ള ഒരുപാട് തിയേറ്റർ ഗ്രൂപ്പ്സിൽ നമ്മൾ ഓഡിഷന് വേണ്ടി പോയിരുന്നു. അതുപോലെയുള്ള ഒരു കൂട്ടായ്മയായിരുന്നു നമ്മള്, എനിക്ക് തോന്നുന്നു തിരുവങ്ങൂരിന് അടുത്തുള്ള ഒരു സ്ഥലം. പൂക്കാടല്ലായിരുന്നു, പൊയിൽക്കാവിൽ. അപ്പൊ അവിടെയുള്ള ഒരു കുറച്ച് പ്രായമുള്ള സ്ത്രീകളുടെ ഒരു നാടക കൂട്ടായ്മ. അതിനകത്ത് നമുക്ക് ഒരുപാട് പേര് ഈ സിനിമയിലുണ്ട്. ഇപ്പം ഈ നാരായണിയായിട്ട് അഭിനയിച്ച സുലോചന ചേച്ചി ആണെങ്കിലും, അല്ലെങ്കിൽ ഹൗസ് ഹെൽപ്പ് ആയിട്ട് വരുന്ന ഒരു ലേഡി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കുളക്കടവിൽ വരുന്ന കുറച്ച് പേര്, ഈ ഹോസ്പിറ്റലിൽ വരുന്ന നേഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മൾ അവിടെ നിന്നാണ്. കൊയിലാണ്ടിയുടെ ഭാഷ സ്ലാങ് ഒക്കെ ഉണ്ട്. അത് അവരുടെ ഈ പ്ലേസ് ഒക്കെ കാണാൻ നല്ല രസമാണ്. ഇവര് എല്ലാം അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 60+ ആയിട്ടുള്ള ഒരു ലേഡീസ് ആണ്. ഈ നാടകത്തിലെ ക്യാരക്ടർ എല്ലാവരും ഇപ്പൊ യങ് ആയിട്ടുള്ള ആണുങ്ങളുടെ ക്യാരക്ടർ ആണെങ്കിൽ ഇവർ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ കുറെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. എനിക്ക് വളരെ രസമായിട്ട് തോന്നി. അത് എനിക്ക് തോന്നുന്നു അവരുടെ ആ പൊട്ടൻഷ്യൽ ഒന്നും സിനിമയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എല്ലാവരും വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെ അഭിനയിക്കണം, സിനിമയിലെന്നല്ല, സിനിമ ഒബ്വിയസ്ലി ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷെ ഈ തിയേറ്ററിലാണെങ്കിലും അത് വേറൊരു ക്യാരക്ടറായിട്ട് മാറുന്നതിലൊക്കെയുള്ള എക്സൈറ്റ്മെന്റ് ഉള്ള ആളുകളാണ് ഇവരെല്ലാവരും തന്നെ. അപ്പൊ അതിലുള്ള ഒരാളായിരുന്നു ഇപ്പം സുലോചന എന്ന് പറയുന്ന ഇപ്പൊ നാരായണിയുടെ ക്യാരക്ടർ ചെയ്ത്. ഈ നമ്മളിപ്പോ അക്കാഡമിക് സ്റ്റഡീസിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും ശരൺ തീരുമാനിച്ചുറച്ച് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അല്ലേ പോകുന്നത്? കോഴ്സ് കഴിഞ്ഞിട്ടാണോ? കോഴ്സ് കഴിഞ്ഞു. കാരണം ഇത് ഇപ്പം SRFTയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സാണ്. അപ്പം ഡിഗ്രി വേണമെന്നുള്ളൊരു അപ്പം അതിലേക്ക് പിന്നെ നമ്മളെന്തായാലും സിനിമയിലേക്ക് തന്നെ പോകണം എന്നുള്ളൊരു തീരുമാനം ഉറച്ചു പോവാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങൾ, നേരത്തെ എന്തായാലും ഒരുപാട് സിനിമകൾ കാണുക, സിനിമയോടുള്ള ഒരു അഭിനിവേശം ഇല്ലെങ്കിൽ എന്തായാലും ഒരാൾ ഒരു തൊഴിൽ എന്നുള്ള രീതിയിലേക്ക് ഓപ്റ്റ് ചെയ്യുന്നൊരു സാധ്യത കുറവാണല്ലോ. അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ സാധനത്തിലൊക്കെയാണ് കൂടുതൽ അങ്ങനത്തെ ആൾക്കാർ വരിക. അപ്പൊ ഇതിനകത്ത് ഒരു ഫിലിം ഡയറക്ഷൻ എന്നുള്ള രീതിയിലേക്ക് പോകുന്ന സമയത്ത് ശരണിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ്? അതായത് സത്യജിത് റായ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ, അതായത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. ഒരുപാട് പ്രതിഭകൾ ഇത്തരം അക്കാഡമിക് കോഴ്സുകൾ കൂടെ പോവാതെ തന്നെ ബിഗ് മാസ്റ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊരു ടെക്നോളജിയുടെ, പ്രത്യേകിച്ചും ടെക്നോളജിയുടെ ഓരോ ദിവസവും നവീകരിക്കപ്പെടുന്ന ടെക്നോളജിയുടെ കല കൂടിയാണ് ഇന്ന് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു അത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സത്യജിത് റായ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള ആ പോക്ക് എന്ത് മാറ്റമാണ് ശരണിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ചെയ്യേണ്ട സിനിമകൾ, കൈൻഡ് ഓഫ് ഫിലിംസ്, അതൊക്കെ മോൾഡ് ചെയ്തത് എനിക്ക് തോന്നുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്ന കുറച്ച് കൊല്ലങ്ങളായിരുന്നു. ഇപ്പോൾ 2 പോവാത്ത ആൾക്കാരും ഉണ്ടെന്ന് ഇപ്പം പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ അതൊരു അനിവാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ എനിക്ക് ലുക്കിംഗ് ബാക്ക് അത് ഈ ഒരു പാത്ത് തന്നെയായിരുന്നു എനിക്ക്
റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ തന്നെയായിരുന്നു. ആ ഒരു സ്പേസ് അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മളെ ഈ പറഞ്ഞ ഈ മോൾഡ് ചെയ്യിക്കുന്നതിൽ. അത് ആ ഒരു സ്പേസിന് ഇറ്റ്സെൽഫ് അതിനൊരു റെലവൻസ് ഉണ്ട്. നമ്മളൊരു സിനിമ മാത്രം ചിന്തിച്ച് അല്ലെങ്കിൽ സിനിമയെ പറ്റി മാത്രം സംസാരിച്ച് അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഡിസ്കഷൻസ് എല്ലാം അതിന് വേണ്ടിയിട്ടുള്ളൊരു അത് നറിഷ് ചെയ്യുന്ന ആ ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ അതിന് ഒരുപാട് റെലവൻസ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന നമ്മളൊരു ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ, ഒരു പിയർ ലേണിംഗ് എന്നൊക്കെ പറയുമല്ലോ, അത് പുറത്ത് ചിലപ്പോൾ നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ മീറ്റ് ചെയ്യുന്നത്, അവരോട് ഉള്ള ഒരു ഇന്ററാക്ഷൻസ് എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ നമ്മൾ ഫാക്കൽറ്റീസ് ഇപ്പം നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള, ഇപ്പം ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ പ്രൊജക്ട്സ് ആയിട്ട് ഇപ്പം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് പറഞ്ഞു തരാൻ ആരെങ്കിലും വേണം. അതായത് ഈ സിനിമ ഒന്ന് കണ്ടു നോക്കും, അത് ഈ സിമിലർ തീമിലുള്ള ഒരു കഥയാണ്, കണ്ടു നോക്കുക. അപ്പൊ അതൊരു മാസ്റ്റർ ഫിലിം മേക്കർ ആണെങ്കിൽ അപ്പം നമ്മൾ ആലോചിക്കുക, അത് ആ സിനിമ കാണുമ്പോൾ ഓക്കെ ഇങ്ങനെയും ആ സബ്ജക്റ്റിനെ ആൾക്കാർ ഡീൽ ചെയ്തിട്ടുണ്ട്, ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അതൊക്കെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. ഇതും നമ്മൾ കണ്ട സിനിമകൾ മാത്രമല്ല സിനിമ. ഇപ്പൊ വേൾഡ് സിനിമ മുമ്പും കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത് അവിടെ IFFK പോലത്തെ ഫിലിം ഫെസ്റ്റിവൽസിലൂടെ അല്ലെങ്കിൽ ബാക്കി ഫിലിം സൊസൈറ്റീസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന ചെറിയ ഫെസ്റ്റിവൽസിലൂടെ ഒക്കെ ഒരുപാട് വേൾഡ് സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ SRFTയിൽ പോയതിനു ശേഷം അത് നമ്മുടെ പെർസ്പെക്റ്റീവ് കുറച്ചുകൂടെ ഒന്ന് വലുതായി, വേറെ ഒരു വേൾഡ് വ്യൂ കുറച്ചുകൂടെ വലുതായി, വേറെ ഒരു പെർസ്പെക്റ്റീവ് എന്നൊക്കെ സിനിമയെ കാണാൻ ഒക്കെ ആ സ്പേസ് സഹായിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡെയിലി സ്ക്രീനിങ്സ് ഉണ്ടാവും അവിടെ, നമുക്ക് 6 മണിക്ക്. അപ്പൊ ഓരോ ആഴ്ചയും നമ്മള് ചിലപ്പോഴൊക്കെ എനിക്ക് ചില ഫിലിം മേക്കേഴ്സിന്റെ ഒക്കെ ഫിലിംസ് കണ്ടിട്ട് ഞാൻ വളരെ വണ്ടർ അടിച്ചിട്ടുണ്ട്. നമ്മള് ഓക്കെ ഇങ്ങനെയുള്ള സിനിമകളും ചെയ്യുന്നുണ്ട്. എല്ലാം ഒന്നും നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നുമില്ല. അപ്പൊ എനിക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ ലേണിംഗ് ആണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനാണ് വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അല്ലെ. അത് മാത്രമല്ല, ചില സിനിമകൾ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്താൽ മതി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് മാസ്റ്റർ ഫിലിം മേക്കേഴ്സിന്റെ സിനിമകൾ ചിലപ്പം നമുക്ക് പറയാൻ, എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് കണ്ട സമയത്ത് എനിക്ക് എന്തോ അത് ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമായി. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ടും സിനിമയെ കാണാം. നമുക്ക് ചിന്തിച്ച് ആലോചനകൾക്കൊക്കെ നമ്മുടെ ഒരു തോട്ട്, ഇതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് അതിനൊരു ട്രാൻസെൻഡിങ് ക്വാളിറ്റി ഉണ്ട്. ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം സിനിമയ്ക്ക് ഉണ്ടെന്നൊക്കെ അപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു വരുന്ന ആൾക്കാര് ചിലര് ആ ഒരു നമുക്ക് തന്നിരിക്കുന്ന ടൈമിൽ തന്നെ 3 വർഷമാണെങ്കിൽ 3 വർഷം, അല്ലെങ്കിൽ 5 വർഷമാണ് 5 വർഷം കൊണ്ട് തീർക്കുന്നത്. പലരും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എനിക്കൊക്കെ. അപ്പൊ അതിനകത്ത് ഇവര് അനുഭവിക്കുന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ഒരു മാസ്റ്റർ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ലെജൻസിന്റെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് നിങ്ങളെപ്പോഴും ഇരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ പലപ്പോഴും ഇപ്പം ഹോളിവുഡിലേക്കൊക്കെ പോകുകയാണെങ്കിൽ പിന്നെയും ഒരു കോംപ്രമൈസിനൊരു വാല്യൂ ഉള്ളതായിട്ട് തോന്നും. പക്ഷെ അല്ലാത്ത സിനിമകളിലേക്ക് വരുന്ന സമയത്ത് അനുഭവിക്കുന്ന ഒരു മാനസിക പ്രതിസന്ധിയുണ്ട്. കാരണം സിനിമയുടെ മറ്റു വ്യാകരണവും മറ്റ് അതിന്റെ ഒരു ഇസ്തറ്റിക്സും ഒക്കെ കൂടുതൽ ഉള്ളിലാക്കുമ്പം ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഒരു കമേഴ്സ്യൽ വെഞ്ചറിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റൂ. അത് തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷെ അവിടെ ഒരു മെന്റൽ ബ്ലോക്ക് രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും സിനിമ ഉപേക്ഷിച്ചിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അതെങ്ങനെയാണ് ശരണിന് പെട്ടെന്ന് ഒരു ബ്രേക്ക് ഇല്ലാത്ത രീതിയിൽ തന്നെ ഇതിലേക്ക് വരാൻ പറ്റി? ശരൺ എങ്ങനെയാണ് അതിനെ മറികടന്നത്? എങ്ങനെയാണ് അത്? 2 രീതിയിൽ കാണാം. അപ്പം എന്റെ ജേർണിയിലാണെങ്കിൽ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറത്ത് വന്നപ്പം നടക്കേണ്ട ഒരു അഡാപ്റ്റിംഗ് പ്രോസസ് ഒക്കെ ഉണ്ട്. നമ്മള് ഇൻഡസ്ട്രിയിൽ വന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മള് ഇപ്പം ഈ പറഞ്ഞ കഴിഞ്ഞ ചോദ്യം അതവിടെ അവസാനിച്ചു. ഇനിയിപ്പോ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പം നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ പഠിച്ച ഒരുപാട് ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മറക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഈ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമെങ്കിൽ കൂടെ ആ എക്സ്പീരിയൻസ് അല്ല ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകണം. നമ്മൾ വ്യൂവേഴ്സ് ഒരു മാസ് ഓഡിയൻസിന് വേണ്ടിയിട്ട് സിനിമ ചെയ്യുമ്പം ഇത് മനസ്സിലാക്കേണ്ട സിനിമയല്ല, എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണെന്നൊക്കെ പറഞ്ഞാൽ, എക്സ്പീരിയൻഷ്യൽ സിനിമയാണെന്നൊക്കെ പറഞ്ഞാൽ ആള് പോവില്ല. അപ്പൊ ആ ഒരു അഡാപ്റ്റിംഗ് പ്രോസസ് അവിടെ വേണം. അതിൽ ഒരുപാട് ലേണിങ്സ് ഉണ്ട്, ഒരുപാട് അൺലേണിങ്സ് ഉണ്ട്. അഗെയിൻ ഒരു പ്രാഗ്മാറ്റിക് ആയിട്ട് നമ്മൾ അതിനെ കാണാന്നുള്ളത് തന്നെയുള്ളൂ. അതിന് വേറെ ഒന്നും ഇല്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു ഇൻഡിപെൻഡന്റ് സ്പേസിൽ സിനിമ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിലും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പം തർക്കോവ്സ്കി ചെയ്ത സിനിമകള് ആ സമയത്ത് ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള സിനിമകൾ ഒരുപാട് ഫണ്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഫണ്ടുകൾ ഇല്ലെന്നല്ല, പക്ഷെ അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാണ്. ഇപ്പം ഫെസ്റ്റിവൽസ് ഉണ്ട്, അവരുടെ മാർക്കറ്റ്സ് ഉണ്ട്, അവരുടെ ഫണ്ട്സ് ഉണ്ട്, പക്ഷെ എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതൊരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ് ഒരു കണക്കിന് പറഞ്ഞാല്. ഇത്തരത്തിലുള്ള അക്കാഡമിക് സ്റ്റഡീസിലെ ഇപ്പം ചോദിക്കണം എന്ന് വിചാരിക്കുന്നത് കാര്യമാണ്. കാരണം വെച്ചാൽ ഒരുപാട് മോശം സിനിമകൾ, മോശം സീരീസുകൾ, സീരിയലുകൾ ഒക്കെ പുറത്തിറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു റിവേഴ്സ് ലേണിംഗ് പ്രോസസ്സ് അവിടെ നടത്തുന്നുണ്ടോ? അതായത് കാരണം മോശം സിനിമകളെ പഠിക്കുക എന്നുള്ളൊരു സംവിധാനം
കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട് ഇൻഡസ്ട്രി, ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്ന നല്ല സിനിമകൾ എപ്പോഴും നമ്മൾ പറയുന്ന ആർട്ട് ഹൗസ് സിനിമകൾ തന്നെ ആയിക്കൊള്ളുന്നില്ല. അല്ലാത്ത ഒരുപാട് കമേഴ്ഷ്യൽ ആയിട്ട് വിജയിച്ചിട്ടുള്ള ഒരുപാട് വെഞ്ചർ ഫിലിംസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ എടുത്തിരിക്കുന്നതും മാസ്റ്റേഴ്സ് ഒക്കെ എടുത്തിരിക്കുന്ന സംഗതികളുമുണ്ട്. അപ്പൊ എവിടെ ഒരു ക്രൈസിസ് എന്ന് വെച്ചാൽ മലയാളത്തിലാകുമ്പോൾ നമ്മൾ അതിനെ രണ്ടായിട്ട് തന്നെ കൃത്യമായിട്ട് വിഭജനം ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് വരെ. അതായത് ഇന്നത് നല്ല സിനിമ, ആർട്ട് സിനിമ, അല്ലെങ്കിൽ മറ്റേ മോശം സിനിമ എന്നുള്ള രീതി, വെറും പക്ക കമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനകത്ത് സിനിമയുടെ പലതരം മാനദണ്ഡങ്ങളും പാലിക്കാത്ത രീതിയിലുള്ള ഒരു വിഷ്വൽ സാധനമായിട്ട് നിൽക്കുന്ന സിനിമകളും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള റിവേഴ്സ് ലേണിംഗ് പ്രോസസ് ഉണ്ട് അവിടെ? കാരണം മോശം സിനിമകളെ നിങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം ഇത്തരം സ്റ്റഡീസിലുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു റിവേഴ്സ് ലേണിംഗ് ഒരു ഫോമൽ ഇതിനകത്ത് അങ്ങനെ ഒരു റിവേഴ്സ് ലേണിംഗോ അല്ലെങ്കിൽ നമ്മൾ മോശം ക്രിട്ടിക്കലായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ക്രിറ്റിസിസംസ് ഡെഫിനറ്റ്ലി നമ്മൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഇവിടെ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു ക്ലിയർ ഡിമാർക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കമേഴ്ഷ്യൽ സ്പേസിൽ ഇറങ്ങുന്ന ചില സിനിമകളെ ആയിരിക്കാം ഈ മോശം സിനിമകൾ എന്ന് വെച്ചിട്ടുണ്ടാവും. പക്ഷെ മോശം സിനിമകൾ എന്ന് പറയുന്നതും അതും ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണല്ലോ. ചിലപ്പം ചിലവർക്ക് ചില ഓട്ടിയർ സിനിമകൾ അല്ലെങ്കിൽ മാസ്റ്റർ ഫിലിം മേക്കേഴ്സ് ചെയ്ത സിനിമകൾ മോശം സിനിമയായിട്ട് തോന്നാം. അതേ ആൾക്കാർക്ക് അതൊരു മാസ്റ്റർ പീസ് ആയിട്ട് തോന്നാം ചില ആളുകൾക്ക്. അപ്പൊ അതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും അങ്ങനെയാ. അതെന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഇപ്പം പിന്നെ നമ്മുടെ കുഞ്ഞാമൻ സാറ് നമ്മളെ ട്രൂ കോപ്പിയിൽ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലയാള സിനിമ പറയുന്നത് ദേവാസുരാണ്. കാരണം വെച്ചാൽ അതൊരു കാലഘട്ടത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അതിന് കണ്ടെത്തിയ ഒരു അത് ഇഷ്ടപ്പെടാനുള്ള കാരണമായിട്ട് പറയുന്നത്. കാരണം അതിന്റെ ഒരു സിനിമാറ്റിക് മികവൊന്നും ആയിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ട്. എന്നാൽ പോലും ഈ മോശം സിനിമകളുടെ ഒരു ധാരാളിത്തമുള്ള ഒരു സ്ഥലത്തേക്ക് സിനിമ പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ക്രൈസിസ് എന്നുള്ളത് ശരൺ ആലോചിച്ചിട്ടുണ്ടോ? അത് നിലനിർത്തി കൊണ്ടുപോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോ ഇപ്പൊ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ അത്തരത്തിലുള്ള പിന്നെ ഹേർഡിൽസ് ഒക്കെ ഇത് ചെയ്തിട്ടുണ്ടാവാം. അതും നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവിടെയും അതിനും രണ്ട് രീതിയിൽ കാണാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അഡാപ്റ്റിങ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമുക്ക് പറയാനുള്ള ഒരു രീതിയിൽ അത് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അത് കുറച്ചൊരു ഇന്റലിജന്റ്ലി അത് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നു. അപ്പം അതിന് ടൂൾസ് നമുക്ക് ചിലപ്പം കോംപ്രമൈസസ് ചെയ്യേണ്ടി വരുമായിരിക്കും. നമ്മള് ഇപ്പം വാശി പിടിച്ച് ഓക്കെ ഇത് ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ എന്റെ രീതിയിലേ കാര്യങ്ങൾ പറയുള്ളൂ എന്നുള്ള വാശി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്കത് ചിലപ്പോൾ സമയം കൂടുതൽ എടുത്തേക്കാം. ആ ഒരു നമ്മൾ സിനിമയെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് ആ ഒരു സിനിമ പുറത്തിറക്കാൻ സമയം കൂടുതൽ എടുത്തേക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഹേർഡിൽസ് കൂടുതലായിരിക്കാം. ഇവൻച്വലി പറയാൻ പറ്റുമായിരിക്കും. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സാധ്യതകളുണ്ട് ആ സിനിമ ഒരു ഇൻഡിപെൻഡന്റ് സ്പേസിൽ ഇറക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും കൂടെ നമ്മള് ഇപ്പം ഞാൻ സിനിമ ചെയ്യുമ്പം എനിക്ക് ഏറ്റവും എല്ലാരെ പോലെ തന്നെ ആളുകൾ കാണണം, എല്ലാവരും കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ടൂൾസും അതിൻ്റെതായിട്ടുള്ള വെഹിക്കിൾസും എല്ലാം യൂസ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ മാസ്റ്റേഴ്സിന്റെ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഇപ്പൊ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മോറൽ ആംബിഗിറ്റി ഒക്കെയുള്ള സിനിമകൾ കാണാനുള്ള താല്പര്യം കൂടുതലുണ്ട്. അപ്പൊ ഒരു മാസ്റ്റേഴ്സിൽ തന്നെ ശരൺ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഇന്റർനാഷണൽ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഒരാളെ പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്റെ ചുറ്റും എന്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഫിലിം മേക്കർ പോളണ്ടിലെ ക്രിസ്റ്റോഫ് കീസ്ലോവ്സ്കി ആണ്. അപ്പം ഡെക്കലോഗ് ഒക്കെ ചെയ്തിട്ടുള്ള അതും ഇതുപോലെ ഞാൻ ഡിസ്കവർ ചെയ്ത ഒരു ഫിലിം മേക്കർ ആയിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ DV പ്രൊജക്ട് ചെയ്ത സമയത്തായിരുന്നു ഞാൻ ഇതുപോലെ സ്ക്രിപ്റ്റ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു ഫാക്കൽറ്റി ഉണ്ട്, നമ്മൾ പുത്തുൽ മാം എന്നാണ് വിളിക്കുക. അപ്പൊ അവരുടെ അടുത്ത് സ്ക്രിപ്റ്റ് കാണിച്ചപ്പോഴാണ് അതിൽ ഒരു വൺ ഓഫ് ദി ഇമോഷൻസ് നമ്മൾ ഗ്രീഫിനെ ഡീൽ ചെയ്തിരുന്നു ആ സ്ക്രിപ്റ്റില്. ഗ്രീഫ് എന്ന് പറയുന്ന ഒരു ഇമോഷന്. അപ്പൊ എന്റെ അടുത്ത് 3 കളേഴ്സ് ബ്ലൂ ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു, വെറുതെ ഒന്ന്. അങ്ങനെയാണ് ഞാൻ ഈ 3 കളേഴ്സ് ബ്ലൂ കാണുന്നത്. അപ്പൊ ഇപ്പോഴും എനിക്ക് വളരെ എന്താ പറയാ, നമുക്ക് ഗൂസ് ബംസ് ഒക്കെ തരാം എന്ന് പറയുന്ന ഒരു മൊമെന്റ് പോലെയായിരുന്നു ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. ഓരോരുത്തർക്ക് ഓരോ തരത്തിൽ അനുഭവിക്കാൻ കഴിയും. റെഡ് ബ്ലൂ. അപ്പൊ അത് ബ്ലൂ എന്നെ അട്രാക്ട് ചെയ്തതില് ഇപ്പം ഗ്രീഫ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ, അത് ഒരുപാട് സിനിമകൾ ഒരുപാട് രീതിയിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് സിനിമകൾ നമുക്ക് ഇഷ്ടമുള്ള സിനിമകളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ബ്ലൂവിൽ അത് ഡീൽ ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ജൂലിയറ്റ് നോഷയുടെ ക്യാരക്ടർ അത് പോകുന്ന ഒരു ജേർണി ഉണ്ട്. അത് ആ സിനിമയിൽ കാണിച്ചത് ശരിക്കും എനിക്ക് വളരെ ഒരു റെവലേറ്ററി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെയും കഥ പറയാം, അങ്ങനെയും ഇമോഷനെ ഡീൽ ചെയ്യാം എന്നൊക്കെ ഉള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ ബാക്കി ഒരുപാട് സിനിമകൾ, ഇപ്പം അദ്ദേഹത്തിന്റെ തന്നെ ഒരു ജേർണി ഉണ്ട്. അപ്പം അത് പോളണ്ടിലെ പൊളിറ്റിക്കൽ ജേർണി ആയിട്ട്, ഐ മീൻ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് വളരെ പാരലൽ പോകുന്ന ഒരു ജേർണിയാണ്.
പക്ഷെ ടുവേർഡ്സ് ദ ലേറ്റ് 80s ഡെക്കലോഗ് ഒക്കെ തുടങ്ങി വീണ്ടും വേറൊരു രീതിയിലുള്ള സിനിമകൾ അദ്ദേഹം എടുത്തു തുടങ്ങി. ഇപ്പൊ ഡെക്കലോഗ് ആയാലും 3 കളേഴ്സ് ആണെങ്കിലും ഡബിൾ ലൈഫ് ആണെങ്കിലും ഒക്കെ. അപ്പൊ ആ ഒരു ജേർണി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഇപ്പൊ നമ്മളൊരു ഫിൽം മേക്കറിനെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവും ആ കഥ, അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു പരിസരവും അവിടുത്തെ പൊളിറ്റിക്സും അല്ല ഇതെല്ലാം പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു ആ സമയത്ത്. അതുപോലെ വേറെയും ഫിൽം മേക്കേഴ്സ് ഉണ്ട്. ഇപ്പം പെഡ്രോ അൽമദോവർ ഒക്കെ വരുന്നത്. അൽമദോവറിന്റെ സിനിമകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ എല്ലാം ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ കാണുന്ന സിനിമകളിൽ ഈ പറഞ്ഞ ഒരു മോറൽ ആംബിഗ്വിറ്റി ഉണ്ടല്ലോ. ടോക്ക് ടു ഹെർ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഈ അടുത്തിറങ്ങിയ റൂം നെക്സ്റ്റ് ഡോർ, അതിലെല്ലാം നമ്മളെ ഒരു ആസ് എൻ ഓഡിയൻസ് നമ്മളെ നമ്മളെ ഇത്രയും ക്യാരക്ടേഴ്സിനെല്ലാം വളരെ എംപത്തറ്റിക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അവരുടെ ഡിസിഷൻസും അവരുടെ ആക്ഷൻസും എല്ലാം നമ്മളെ ആസ് എ വ്യൂവർ നമ്മളെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥമാക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. കുറച്ച് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരുപാട് ചിന്തിച്ചിട്ടുള്ള സിനിമകളാണ് ഈ പറഞ്ഞ സിനിമകളൊക്കെ. ഒരു ദിവസങ്ങളോളം ഇതിനെ പറ്റി എന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്നൊക്കെയുള്ള ചിന്തകളും ചോദ്യങ്ങളും ഒക്കെ ഒരുപാട് വരാറുണ്ട്. പിന്നെയുണ്ട് ഒരുപാട് ഫിൽം മേക്കേഴ്സ്. ഇപ്പം ലാൻതിമോസിന്റെ സിനിമകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഡോഗ് ടൂത്ത് ഒക്കെ ചെയ്തിട്ടുള്ള കില്ലിംഗ് ഓഫ് എ സീക്രട്ട് ഡിയർ ഒക്കെ അത് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഡെയറിംഗ് ആയിട്ടുള്ള ഫിൽം മേക്കിംഗ് അറ്റംപ്റ്റ്സ് ആയിട്ട് അതിന്റെ ഒരു ക്വർക്കിനെസ് ഉണ്ടല്ലോ, കഥ പറഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് എല്ലാം അത് വളരെ രസമായിട്ട് തോന്നാറുണ്ട്. പിന്നെ അസ്ഗാർ ഫർഹാദിയുടെ സിനിമകൾ, അവിടെയും ഒരുപാട് ഇറാനിയൻ ഫിലിംസ്. അത് റിയലിസ്റ്റിക് ആണ്, അറ്റ് ദ സെയിം ടൈം അഗെയിൻ കുറെ നമ്മളൊരു മൊറാലിറ്റി ഒക്കെ ഒരു മോറൽ ഒരു ഡിസിഷൻ, ഇപ്പം നമ്മൾ ഏത് ക്യാരക്ടറിനെയാണ് റൂട്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമ്മളെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ സിനിമകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഈ കീസ്ലോസ്കിയുടെ ഫേമസ് ആയ ഒരു വാചകം ഉണ്ടല്ലോ, മൂപ്പരൊരു പെസിമിസ്റ്റ് ആണ്. ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ ബ്ലാക്ക് ഹോൾ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ആംബിഗിറ്റീസ് എന്റെ സിനിമകളിൽ വരുന്നുണ്ട് എന്നുള്ളത്. അതായത് ശരൺ ഇഷ്ടമുള്ള ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. കാരണം ഒരു ശുഭോദർക്കമായ കാര്യങ്ങൾ അല്ല എന്ന് വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ. ഈ മോറൽ ആംബിഗിറ്റീസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ശരണിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ് ജീവിതത്തെ പറ്റിയും, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരുപാട് മുന്നോട്ടുള്ള ഒരു ഭാവി എന്നുള്ള ഇതിലാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് പിന്നെ ഭാവിയെ കാണുന്നത്? നമ്മുടെ ഒരു തൊഴിലിന്റെ ഭാഗമായിട്ട് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു ആർട്ടിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്താണ് അതിൻ്റെ? അല്ല, ഇപ്പം ഈ പറയുന്ന പെസിമിസ്റ്റിക് വ്യൂ ഉണ്ടെന്ന് എങ്കിൽ കൂടെ ഇപ്പം ടോക്കിംഗ് ഹെഡ്സ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി കാണുമ്പം അതിന് എനിക്ക് തോന്നുന്നത് അത് എൻഡ് ചെയ്യുന്ന രീതി വളരെ ഒപ്റ്റമിസ്റ്റിക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്രയും ആൾക്കാരുടെ ചോദ്യം ചോദിച്ചാൽ, ഇത്രയും വേരീഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിനൊരു ഒപ്റ്റമിസ്റ്റിക് ഔട്ട്ലുക്ക് ആ ഫുൾ ഡോക്യുമെന്ററി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ജസ്റ്റ് പറഞ്ഞുകൊണ്ട് മെൻഷൻ ചെയ്തതാണ്. എഗെയിൻ അത് ചില കാര്യങ്ങളൊക്കെ കാണുമ്പം ആസ് എ സൊസൈറ്റി നമ്മൾ സംസാരിക്കുമ്പം ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് തോന്നാറുണ്ട്. ചില കാര്യങ്ങൾ കാണുമ്പോൾ പെസിമിസ്റ്റിക് ആയിട്ട് തോന്നാറുണ്ട്. അത് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പം പുതിയ ജനറേഷനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ വരുന്ന ഒരു കാലമാണ്. പക്ഷെ എനിക്ക് പലപ്പോഴും ഇപ്പം എന്നെക്കാട്ടും താഴെയുള്ള ജനറേഷൻസിനെ കാണുമ്പം എനിക്ക് പല കാര്യങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തോന്നാറുണ്ട്. അവരുടെ ഒരു പൊളിറ്റിക്കൽ അവയർനെസ്സും ഇപ്പം ഒരു ഏർലി ഇയേഴ്സ് ഓഫ് കോളേജിലൊക്കെ പഠിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയർക്ക് 1-2 പേരെടുത്ത് ഞാൻ ഈ അടുത്ത് ഇന്ററാക്ട് ചെയ്തപ്പം അവർക്കുള്ള ഒരു പൊളിറ്റിക്കൽ അവയർനെസ് ഒന്നും ആ സമയത്ത് മേ ബി എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ കുറച്ചുകൂടെ പൊളിറ്റിക്കലി ആക്റ്റീവ് ആണ്. അവരുടെ ഒരു വേൾഡ് വ്യൂ ഒക്കെ ഇപ്പം ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയത്തെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു വേൾഡ് വ്യൂവും കാര്യങ്ങൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ കാണാനുള്ള ഒരു ആ പോസിബിലിറ്റീസ് ഒക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു കാര്യം എനിക്ക് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് തോന്നുന്നു. പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും വരാറുണ്ട്. ഇപ്പൊ ഈ സിനിമയുടെ എൻഡിങ്ങിനെ കുറിച്ച് പറയുമ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്താണ് ഇതിന്റെ എൻഡിങ്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ടൊരു ആൻസർ അതിനുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടെ എനിക്ക് തോന്നുന്നു പലരും പല രീതിയിൽ അതിന് റീഡിങ് വരുന്നു പറയായിരുന്നു. അപ്പൊ അത് കാണുന്ന ആൾക്കാരുടെ ഈ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാണുന്നവർക്ക് അതൊരു കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിട്ടും, നേരെ കുറച്ച് പെസിമിസ്റ്റിക് എന്നും പറയണ്ട, കുറച്ചുകൂടെ പ്രാഗ്മാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് കാണുന്നവർക്ക് വേറൊരു എൻഡിങ്ങും കിട്ടുന്നുണ്ട് അതിനകത്ത്. അതാണ് എന്റെ ഒരു വ്യൂ പോയിന്റ്. എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു ഇനീഷ്യൽ അല്ലെങ്കിൽ ഒരു ഡെബ്യൂ വെഞ്ചർ എന്നുള്ള രീതിയിൽ ശരണിന് ഭയങ്കരമായിട്ട് അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഞാൻ പറഞ്ഞില്ലേ കാസ്റ്റിംഗ്, അതിന്റെ ഒരു വേ ഓഫ് മേക്കിംഗ് ടേക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഞാനൊരു സാധാരണ സിനിമ പ്രേക്ഷകനാണ്. അതിനെ പറ്റിയുള്ള അതിൻ്റെ ഒരു ഇസ്തറ്റിക്കൽ റിവ്യൂ നടത്താനൊന്നുമല്ല. എന്നാലും അത് പിടിച്ചിരുത്തി മുഴുവനായിട്ട് കാണിപ്പിക്കുക, പ്രത്യേകിച്ച് OTT-യിൽ. നേരത്തെ പറഞ്ഞല്ലോ OTT-യിൽ നമുക്കത്
പോസ്റ്റ് ചെയ്ത് വെക്കാം. നല്ല സിനിമകൾ പോലും നമ്മൾ പോസ്റ്റ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഒന്ന് പിന്നെ റിട്ടേൺ പോയിട്ട് കാണണം എന്ന് തോന്നും. ഇത് അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ അതിന്റെ ഫുൾ പേസിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.